ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക. പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അന്നേ ശബരിമലയിൽ വളരെ പ്രധാനിയാണ് പോറ്റി എന്ന് UDF സാക്ഷ്യപ്പെടുത്തുന്നു. ആ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇതേവരെ വന്ന ഏക ചിത്രം അങ്ങേയറ്റം കർക്കശമായി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ UDF കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന ഏക ചിത്രം മാത്രമാണ്. അപ്പോൾ SIT ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ വേറെയും ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് വേരിലേക്ക് എത്തണം. അതാണ് നാട് ആഗ്രഹിക്കുന്നത്. ഈ ശബരിമലയുടെ പേരിൽ ഈ ഒറ്റ പ്രശ്നം മാത്രമല്ല, ആ ആരാധനാലയത്തിന് ശബരിമലയുടെ പവിത്രതയുടെ മറപിടിച്ചുകൊണ്ട് ഏറെക്കാലമായി എന്തൊക്കെ നടന്നിട്ടുണ്ട്, അത് എവിടെ നിന്ന് തുടങ്ങി, എന്തെല്ലാം ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാ വശവും സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകുമ്പോൾ SIT അന്വേഷിക്കുമല്ലോ. SIT അന്വേഷിക്കും. എവിടെയൊക്കെ വരെ പോകും? ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന് പറഞ്ഞ പുരാവസ്തു അന്വേഷണം. നേരത്തെ തന്നെ പുരാവസ്തുവിന്റെ വിദേശത്ത് കടയുള്ള സഹോദരിയുള്ള നേതാവും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് അന്വേഷണം പോകുമോ? ഞങ്ങൾ ഇന്ന ആളുകളൊന്നും കുറ്റക്കാരാണെന്നോ ഇന്ന രീതിയിലാണെന്നോ ഗവൺമെന്റ് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഇതിന്റെ സത്യം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് കൊണ്ടുവരണം. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അവിശ്വാസം പറയുന്നത് ഇത് പലയിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഈ മലക്കം മറിച്ചൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചപ്പോൾ ആന്റണി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. 2011 ശബരിമലയിലെ പ്രധാനിയായ പോറ്റി എന്നാണ്. അപ്പൊ എന്നാ പ്രധാനിയായത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.